അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹധന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റബീഉൽ അവ്വൽ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ കേരളക്കരയിൽ വമ്പിച്ച ചർച്ച നടക്കുന്നത് നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഈ വർഷത്തെ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ളത് 1500ാമത്തെ നബിദിനാഘോഷം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സമസ്തയിലുള്ള ആളുകൾ അതിൻ്റെ ക്യാമ്പയിനുകൾ വലിയ പ്രൗഢഗംഭീരമായി തുടങ്ങുകയും അത് നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് നാം ഇന്നുള്ളത്. എന്നാൽ നബിയോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല എന്നത് പ്രത്യേകം ഊന്നിക്കൊണ്ട് പറയുകയാണ്. പ്രവാചകനോട് അങ്ങേയറ്റം സ്നേഹമുണ്ട്, സ്നേഹിക്കണം, പ്രവാചകനെ വാഴ്ത്തണം, പുകഴ്ത്തണം. എന്നാൽ അത് അതിര് കടക്കുവാനോ ഇസ്ലാം പഠിപ്പിക്കാത്ത മാർഗത്തിലൂടെയോ ആകാൻ പാടില്ല. പിന്നെ എന്തുകൊണ്ട് ഈ നബിദിനാഘോഷം ഇവിടെ ചർച്ചയാകപ്പെടുന്നു എന്നത് നമ്മൾ പരിശോധിക്കുമ്പോൾ ശരിക്ക് നബിദിനം എന്നുള്ളത് ഒരു ബർത്ത്ഡേ ആഘോഷം എന്ന നിലയ്ക്കും അതുപോലെ തന്നെ അങ്ങനെ ഇതിൽ പറയുന്ന അതിൻ്റെ ഹുക്കുമിനെക്കുറിച്ചും സമസ്തക്കാരതിനെ വിശേഷിപ്പിച്ച ഹുക്കുമ് അതിനെക്കുറിച്ചുമൊക്കെ ഒന്ന് പരിശോധിക്കുമ്പോൾ വമ്പിച്ച ഇസ്ലാമിന് നേരെയുള്ള ആക്രമണമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു നബിദിനാഘോഷം എന്ന് മാത്രമാണ് നമുക്ക് ആകത്തുകയായി വായിച്ചെടുക്കാൻ കഴിയുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമ്മൾ വിശുദ്ധ ഖുർആനിലുണ്ടോ സുന്നത്തിലുണ്ടോ ഈ നബിദിനാഘോഷം എന്ന് ചോദിക്കുമ്പോൾ അവർ തിരിച്ചു ചോദിക്കുന്ന ചോദ്യം എന്താ? നമ്മൾ പേരോട് ഉസ്താദിൻ്റെ സംസാരത്തിൽ നിന്ന് അതൊന്ന് കേൾക്കാം. എന്തൊക്കെ തട്ടിപ്പുകളാ സുബ്ഹാന ജല്ല ജലാലു. എന്നോടൊരു കുട്ടി വന്നിട്ടുണ്ട്, അവന് 10 കോടി ഇനാം നിങ്ങൾ അങ്ങോട്ട് ഇറക്കിക്കോ. 10 കോടി ഇനാം റസൂലുള്ളാഹിന്റെ കാലത്തിന് റസൂലുള്ള ജനിച്ച ദിവസത്തിൽ ആഘോഷം നടത്തിയിട്ടില്ല എന്നുള്ളതിനൊരു തെളിവുണ്ടെന്ന 10 കോടി ഇനാം. ആദ്യം തന്നെ 10 കോടി ഇനാം പ്രഖ്യാപിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സംസാരം. ഖുർആനിലും ഹദീസിലും നബിദിനാഘോഷത്തിന് തെളിവില്ല എന്ന് പറയാൻ സമർപ്പിച്ചാൽ 10 കോടി ഇനാം എന്നാണ്. ശരി, അദ്ദേഹത്തിൻ്റെ ബാക്കി സംസാരം കൂടി കേട്ടിട്ട് നമുക്ക് വിശദീകരിക്കാം. ഇല്ല എന്നുള്ളതിന് ഖുർആൻ ഓതണം, അല്ലെ ഹദീസ് ഓതണം? വെറുതെ കേട്ടല്ലോ, ഇല്ല എന്നുള്ളതിനാണ് ഖുർആനും ഹദീസും ഓതണം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ ബിരുദം വെച്ച് നോക്കുമ്പോൾ അതിന് വിരുദ്ധമാകുന്ന രൂപത്തിലാണ് സംസാരമുള്ളത്. അതായത് ഇസ്ലാമിലൊരു കാര്യം അത് ഉണ്ട് എന്ന് പറയാനാണ് തെളിവ് വേണ്ടത്. അതായത് നിസ്കാരമുണ്ട് എന്ന് പറയണമെങ്കിൽ അതിന് തെളിവ് വേണം, നോമ്പുണ്ട് എന്ന് പറയണമെങ്കിൽ തെളിവ് വേണം. അതുപോലെ ഒരു ഇബാദത്താണ്, ഒരു ആഘോഷം, വാജിബായ ഒരു ആഘോഷമാണ് എന്ന് പറയണമെങ്കിൽ, അല്ലെങ്കിൽ ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ട ഒരു ചര്യയാണ്, കർമ്മമാണ് എന്ന് പറയണമെങ്കിലാണ് ഒരു കൽപ്പന വരേണ്ടത്, അല്ലെങ്കിൽ തെളിവുണ്ടാകേണ്ടത്. തെളിവില്ലാത്ത കാലത്തോളം ഇബാദത്ത് പാടില്ലാത്തതാണ്. ഒരു വിഷയത്തിൽ, ഇബാദത്തിൻ്റെ വിഷയത്തിൽ തെളിവ് വന്നിട്ടുണ്ടോ അത് ചെയ്യലുമാണ്. അവിടെയാണ് നമുക്ക് തെളിവ് വേണ്ടത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വാദപ്രകാരം നേരെ തിരിച്ചാണ് വേണ്ടത്. നബിദിനാഘോഷമുണ്ട് എന്നതിനാണ് തെളിവ് വേണ്ടത്. ഖുർആനിലോ ഹദീസിലോ തെളിവ് വേണം. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ചോദ്യം എന്താ? നബിദിനാഘോഷം ഇല്ല എന്ന് പറയാൻ, അതായത് ഇദ്ദേഹത്തിൻ്റെ വാദപ്രകാരം ഒരു ഇബാദത്തായ കർമ്മം, ഒരു ഇസ്ലാമിൻ്റെ വാജിബാണ് എന്ന് അവർ തന്നെ സ്വയം പറയുന്ന കർമ്മത്തിൻ്റെ തെളിവ് എവിടെ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ തിരുമറിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ ഒരു നബിദിനാഘോഷം ഇല്ല എന്ന് പറയാൻ ഖുർആനിലോ ഹദീസിലോ തെളിവുണ്ടോ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ചോദ്യം. എന്നിട്ട് ഇദ്ദേഹം കൊണ്ടുവരുന്ന തെളിവെന്താ? അതുകൂടി നമുക്ക് കേൾക്കാം. ജനിച്ച ദിവസം തന്നെ ആഘോഷം തുടങ്ങിയെന്നാണ്. കേൾക്കാം, അതെന്താണ് ആഘോഷം എന്നൊന്ന് കേൾക്കാം. സുബ്ഹാനല്ലാഹ്, മുഹമ്മദ് നബി ജനിച്ച അന്ന് തന്നെ ആഘോഷമല്ലേ? എന്തെല്ലാം ആഘോഷമോ! സുബ്ഹാനല്ലാഹ്, മങ്കൂസ് മരുതോതിയൊക്കെ അതിൽ തന്നെ ഇല്ലേ എത്ര ആഘോഷം ഉണ്ടെന്ന് ജനിച്ച അന്ന് തന്നെ. അപ്പോൾ അദ്ദേഹം കൊണ്ടുവന്ന തെളിവുണ്ടല്ലോ, മങ്കൂസ് മൗലൂദ് ഓതിയാൽ തന്നെ ജനിച്ച അന്ന് തന്നെ എന്തൊക്കെ ആഘോഷങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കേൾക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി ബാക്കി എന്തൊക്കെയാണ് അന്നത്തെ ആഘോഷം മങ്കൂസ് മൗലൂദിൽ കൊണ്ടുവന്നത്? ഈ മങ്കൂസ് മൗലൂദ് തന്നെ എപ്പോൾ ഉണ്ടായതാണ്? ഖുർആനിലോ ഹദീസിലോ ഇല്ല, ഖുർആനോ ഹദീസോ അല്ല. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ തെളിവ് മങ്കൂസ് മൗലൂദാണ്. ഇനി ആ മങ്കൂസ് മൗലൂദിൽ എന്താ പറയുന്നത് അതുകൂടി കേൾക്കാം. ഒരു ഭാഗത്ത് വിഗ്രഹങ്ങൾ തലകുത്തി വീഴുന്നു, ആഘോഷത്തിന്റെ പരിപാടികളാണ്. പിന്നെ അപ്പുറത്ത് സാവാത്താടാകം പറ്റുന്നു, ഇങ്ങപ്പുറത്ത് ആഗ്നേയരുടെ അഗ്നി പൊളിയുന്നു, അപ്പുറത്ത് അകത്ത് ഗോപുരത്തിന്റെ മുകളിൽ ഇങ്ങനെ കൂടുകുലാ ഉരുണ്ട് വീഴുന്നു. ജനിച്ച അന്ന് തന്നെ ആഘോഷല്ലേ? അന്ന് മുതലേ ആഘോഷല്ലേ? കേട്ടില്ലേ? ജനിച്ച അന്ന് മുതലുള്ള ആഘോഷത്തിന്റെ ഒരു രൂപമാണ് നമ്മൾ കേട്ടത്. ഇനി ബാക്കി എന്താ അദ്ദേഹം പറയുന്നത് അതുകൂടി കേൾക്കാം. മങ്കൂസും കോതിയൊക്കെ ഈ കുങ്കൂസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ തെളിവ് എവിടെ എന്ന് ചോദിക്കുമ്പോൾ അവരുടെ തെളിവ് മങ്കൂസ് മൗലൂദാണ്. അപ്പോൾ മങ്കൂസ് മൗലൂദ് ഓതി നോക്കട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്.
കൂട്ടത്തിലൊരു തമാശയ്ക്ക് കുബ്ബൂസ് എന്നും പറയുന്നുണ്ട്. ഏതായാലും കുബ്ബൂസ് ഏതായാലും ഓതി നോക്കാൻ പോകുന്നില്ല. ഇനി നിങ്ങളെ ഉദ്ദേശിച്ചാണ് കുബ്ബൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രമാണം ഖുർആനും ഹദീസുമാണ്. മങ്കൂസ് മൗലൂദ് പ്രമാണമേ അല്ല. പക്ഷേ നിങ്ങൾക്കത് കുബ്ബൂസുകൾക്കത് പ്രമാണമാണ് എന്നത് ഇപ്പോൾ നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലായി. ഇനി എന്താണ് ഈ ഈദ് ആഘോഷം, അതായത് മൗലൂദ് എന്നത് നബിദിനാഘോഷം എന്നുള്ളതൊരു ഈദായിക്കൊണ്ടാണ് അവർ കൊണ്ടു നടക്കുന്നത്. ഈ നമ്മുടെ ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ട വലിയ പെരുന്നാളും ചെറിയ പെരുന്നാളിൻ്റെയും അതിൻ്റെ ഹുക്കം എന്തെന്ന് ചോദിച്ചാൽ അത് സുന്നത്താണെന്നാണ്. എന്നാലോ ഇവരുടെ വിധി എന്താ? ഈ നബിദിനാഘോഷത്തിൻ്റെ വിധി എന്താ? അത് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് തന്നെ കേൾക്കാം. ഒന്നും പഠിക്കാതെ ആഘോഷമുണ്ടോ എന്ന് ചോദിച്ച് നടക്കുകയാണ്. എന്നാൽ നിങ്ങൾ നോക്ക്, റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തിച്ചേരുന്നു. റസൂലുള്ളാഹിന്റെ ജന്മദിനാഘോഷ ദിവസമാണ്. ആ സമയത്ത് മൗലിദ് ഓതിയിട്ട് ആഘോഷം നടത്തുന്ന സഹാബത്ത് തലഅൽ ബദ്റു അലൈനാ മിൻ സനിയാത്തിൽ വിദാ വജബ ശുക്റു അലൈനാ മാദാ ലില്ലാഹി ദാ അയ്യുഹൽ മബ്ഊസ് ഫീനാ ജിത ബിൽ അംരിൽ മുതാ ജിത ശറഫ്തൽ മദീന മർഹബാ യാ ഖൈറദാ. മർഹബ അടക്കം ചൊല്ലിയിട്ടുള്ള മൗലൂദ, മർഹബാ യാ ഖൈറദാ. അങ്ങനെ ഇപ്പൊ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച മദീനത്ത് നടന്ന മൗലൂദ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. അതും റസൂലുള്ളാഹിന്റെ കാലത്ത്, നമ്മളെ കാലത്തല്ല. അന്ന് തന്നെ അവർ പ്രഖ്യാപിച്ചത് എന്താ? മൗലൂദിൽ തലഅൽ ബദ്റു അലൈനാ. നമ്മളെ മൗലൂദിലുള്ള ആശയം തന്നെ അസ്റഖൽ ബദ്റു അലൈനാ, അസ്റഫൽ. ഇനി മങ്കൂസ് മൗലൂദ് എടുത്തു നോക്കിയാൽ സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഉൽ അവ്വൽ ഖമറ നബിയിൽ ഹുദാ. അതിനല്ലേ തലഅൽ ബദ്റു അലൈനാ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മാദാലില്ലാഹി ദാ. അല്ലാഹുവിന്റെ ദീനീ പ്രബോധന രംഗത്ത് ഒരു പ്രബോധകനെങ്കിലും ബാക്കിയുള്ള കാലത്തോളം, ഒരൊറ്റ ബാങ്ക് കൊടുക്കുന്ന മുസ്ലിമെങ്കിലും ബാക്കിയുള്ള കാലത്തോളം മുഹമ്മദ് നബിയുടെ വരവ് പ്രമാണിച്ചുകൊണ്ടുള്ള നന്ദി പ്രകടനം നിർബന്ധമാണ് കേട്ടോ. ഈ ഒരു കൊല്ലം മാത്രം പോരാ, അന്ത്യനാൾ വരെ ഇത് തുടരണം. അന്ന് തന്നെ പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ കേട്ടല്ലോ, ഇത് ലോകാവസാനം വരെ നിലനിൽക്കേണ്ട വാജിബായ കർമ്മമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. വാജിബാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ഇത്രയും വലിയ ഗൗരവമായ ഒരു വിഷയം, നിർബന്ധമായ ഒരു വിഷയം എന്തുകൊണ്ട് ഖുർആനിലും ഹദീസിലും വന്നിട്ടില്ല? ഇവർക്കാകെ പറയാനുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്നപ്പോൾ സ്വഹാബത്ത് സ്വീകരിച്ച ത്വാല അൽ ബദറു എന്ന് പറഞ്ഞ് സ്വീകരിച്ച ആ പാട്ടിനെ കുറിച്ചാണ്. പ്രവാചകനെ ആദരിക്കാനും ബഹുമാനിക്കാനും പാടില്ല എന്ന് ഇവിടെ ഒരു മുജാഹിദുകളും പറയുന്നില്ല. പ്രവാചകനെ ആദരിക്കണം, ബഹുമാനിക്കണം, അഷ്റഫുൽ ഖൽഖാണ്, അങ്ങേയറ്റം സ്നേഹിക്കണം. ആ സ്നേഹം എങ്ങനെയാണ് കൊണ്ടു നടക്കാൻ കഴിയുക? ആ പ്രവാചകൻ പഠിപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ അനുധാവനം ചെയ്തുകൊണ്ടാണ്. ലൗകാന ഹുബ്ബുക സ്വാദിഖൻ ലഅതഅതഹു ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബ മുതിഉ. ഇങ്ങനെയാണ് കവി പറഞ്ഞു വെച്ചത്. അതായത് ആത്മാർത്ഥമായ സ്നേഹം എങ്ങനെയായിരിക്കും? ആ സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയെ അനുസരിച്ചു കൊണ്ടായിരിക്കും. അപ്പോൾ പ്രവാചകനോട് സ്നേഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു റബീഉൽ അവ്വൽ 12 അന്ന് ക്ലീൻ ഷേവ് ചെയ്ത് റോഡിലൊക്കെ ആളുകളെ തടസ്സപ്പെടുത്തി, യാത്രകളെ തടസ്സപ്പെടുത്തി, ആ രൂപത്തിൽ മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന പ്രവർത്തനങ്ങളിലൂടെ പ്രവാചകൻ വഫാത്തായി എന്ന ദിവസത്തിൽ തന്നെ ബിരിയാണി വെച്ച് എല്ലാവരും വിളമ്പി തിന്നുന്ന ഒരു ആഘോഷ പരിപാടിയാണോ പ്രവാചകൻ പഠിപ്പിച്ചത്? പ്രവാചകൻ ജനിച്ചത് തിങ്കളാഴ്ചയാണ് എന്നും അതുകൊണ്ട് തിങ്കളാഴ്ച നിങ്ങൾ നോമ്പെടുക്കൂ എന്നും പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതേ തിങ്കളാഴ്ച റബീഉൽ അവ്വൽ 12 വന്നാലോ ഈ സമസ്തക്കാരൊക്കെയും ബിരിയാണി വെച്ച് മുക്കറ്റം തിന്ന് അത് ആഘോഷിക്കുന്ന, അത് റോഡ് നീളെ വിതരണം ചെയ്യുന്ന, ഘോഷയാത്രയിലാകട്ടെ വെള്ളവും മറ്റു സാധനങ്ങളുമൊക്കെ കൊടുത്ത് നോമ്പെടുക്കുന്നവരെ പോലും ഫസാദാക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇവർ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇദ്ദേഹം പറയാനുള്ള കാരണങ്ങൾ, നബിദിനാഘോഷം ഇത്രയും നിർബന്ധമായ കാര്യമാണെങ്കിൽ നിങ്ങളിൽ നിന്ന് മറുകണ്ഠം ചാടിയ ഒരു സിംസാറുൽ ഹഖ് ഉദവി പറയുന്ന ഒരു സംസാരം കൂടി നമുക്കൊന്ന് കേട്ടാലോ. എന്നാൽ ഒരു കാര്യം പറഞ്ഞോട്ടെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളോ നിബിതങ്ങളോ താബിഈങ്ങളോ റബീഉൽ അവ്വൽ ആചാരം നടത്തിയിട്ടില്ല എന്നത് ശരി തന്നെയാണ്. വളരെ ക്ലിയർ ആണല്ലേ? നിർബന്ധമാണ് എന്ന് പേരൊടുസ്താദ്. എന്നാൽ അങ്ങനെയുള്ള നിർബന്ധമുള്ള കാര്യങ്ങളിൽ സുന്നത്തിന്റെ വിഷയത്തിൽ പോലും മത്സരിച്ചിരുന്ന സ്വഹാബത്ത് ചെയ്തിട്ടില്ല, താബിഉകൾ ചെയ്തിട്ടില്ല, തബഅത്താബിയങ്ങൾ ചെയ്തിട്ടില്ല, 3 ഉത്തമ തലമുറകൾ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ നിർബന്ധമായ കാര്യം ഒഴിവാക്കുന്നതിലൂടെ അവരൊക്കെ കുറ്റക്കാരാവുകയല്ലേ ചെയ്യുന്നത്?
പേരോട് ഉസ്താദിൻ്റെ വാദം ഗൗരവമാണ് എന്നാണ് ഈ സിംസാറുൽ ഹക്ക് ഹുദവീൻ്റെ സംസാരത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇവരാരും ആഘോഷിച്ചിട്ടില്ലെങ്കിൽ മുസ്ലിം സമൂഹമേ നമുക്കെന്തിനാണ് ഇങ്ങനെ ഒരു ആഘോഷം? പ്രവാചകനെ സ്നേഹിക്കണ്ട എന്ന് പറഞ്ഞിട്ടില്ല. പ്രവാചകനെ അങ്ങേയറ്റം സ്നേഹിക്കണം, പ്രവാചകനെ വാഴ്ത്തണം, പുകഴ്ത്തണം, പ്രവാചകൻ്റെ മധു പറയണം. പക്ഷേ ഇങ്ങനെയുള്ള തോന്നിവാസങ്ങളല്ല ചെയ്യേണ്ടത്. ഇനി മങ്കൂസ് മൗലൂദ് എടുത്തു നോക്കിയാലോ? പ്രവാചകനെ വാഴ്ത്തുന്നു, പുകഴ്ത്തുന്നു എന്ന് പറഞ്ഞ് അതിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പറയുന്ന വരികളെന്താണ്? നരകത്തിൽ നിന്ന് കാക്കണേ എന്ന് പ്രവാചകനോട് ഡയറക്റ്റ് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരിക്കലും മദ്ഹല്ല. ഇത് ക്രിസ്ത്യാനികൾ ഈസാ അലൈഹിസ്സലാമിനെ വാഴ്ത്തി പുകഴ്ത്തി അവസാനം ദൈവാവതാരമാക്കി അല്ലെങ്കിൽ ദൈവപുത്രനാക്കി അങ്ങനെ ഒരു വലിയ സ്ഥാനത്തിലേക്ക് എത്തിച്ചതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും വാഴ്ത്തിയും പുകഴ്ത്തിയും അവസാനം അതിരു കവിയുന്ന അവസ്ഥയിലേക്ക് പോകുന്ന സാഹചര്യമാണ് ഇന്ന് മങ്കൂസ് മൗലൂദിലൂടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ശ്രോതാക്കളോട് പറയാനുള്ളത്, ഇവരുടെ മുൻകാല പണ്ഡിതനായ തഴവ ഉസ്താദ് പോലും പറഞ്ഞത് ഹിജറ 300 ശേഷം വന്നതാണ് എന്നാണ്. അതിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഒരു നബിദിനാഘോഷം ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല, പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല. നേരത്തെ സിംസാറുൽ ഹക്ക് ഹുദവി പറഞ്ഞതുപോലെ സ്വഹാബത്തിന് പരിചയമില്ല, അതുപോലെ തന്നെ താബിഉകൾ ചെയ്തിട്ടില്ല, താബിഉകൾ അനുഷ്ഠിച്ചിട്ടില്ല. ഇങ്ങനെ ഇല്ലാത്ത ഒരു പ്രവർത്തനം എന്തിന് നമ്മൾ പ്രവർത്തിക്കുന്നു? പ്രവാചകൻ പഠിപ്പിച്ചല്ലോ തിങ്കളാഴ്ച ദിവസം നോമ്പെടുക്കാൻ, നമുക്കതെടുത്ത് പ്രവാചകനെ സ്നേഹിക്കാം. ആ രൂപത്തിൽ പ്രവാചകൻ റഹ്മത്താണ്, പ്രവാചകൻ കാരുണ്യമാണ്, പ്രവാചകൻ നമുക്കെല്ലാം റഹ്മത്തായി കൊണ്ടുവന്നതാണ്. ഇതൊക്കെ ശരിയാണ്. പക്ഷേ ഇങ്ങനെ ഒരു നബിദിനാഘോഷത്തിന് റബീഉൽ അവ്വൽ 12 അന്ന് സുബഹിക്ക് ശേഷം കൊടി ഉയർത്താനോ അതുപോലെ തന്നെ വഴി തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള യാത്രകൾ ചെയ്യാനോ അതിൻ്റെ തോരണങ്ങൾ കെട്ടാനോ പള്ളി അലങ്കരിക്കാനോ ഒന്നും എവിടെയും പഠിപ്പിച്ചിട്ടില്ല. ഇസ്ലാമിൽ ഇങ്ങനെ ഒരു ആഘോഷം തന്നെ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് എൻ്റെ മാന്യ ശ്രോതാക്കളോട് സത്യത്തിനൊപ്പവും ഖുർആനിനോടും ഹദീസിനൊപ്പവും സ്വഹാബത്തിനൊപ്പവും ചേർന്ന് നിൽക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.